ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി മാംഗോ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ലെയർ പുഡിംഗാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു മാമ്പഴത്തിൻ്റെ പൾപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് പാലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു ഡവറയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഫ്ലെയിം കുറച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, ഫ്ലെയിം കൂട്ടരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം തിള വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ വെള്ളം ലേശിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് മിൽക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം രണ്ടും ഞാൻ ഒപ്പാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് കുക്ക് ചെയ്ത് പിന്നെ മറ്റൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം പെട്ടെന്ന് എനിക്ക് സെറ്റായി പോകും. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം നമ്മുടെ മാമ്പഴം റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ മിൽക്ക് പുഡിങ്ങും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ അതിൻ്റെ പാകം. ഇനി പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിൽ ലേശം എണ്ണ തടവണേ. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ മിൽക്ക് പുഡിങ്ങാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം മാംഗോ പുഡിങ്ങും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. പിന്നെ മിൽക്ക് പുഡിങ്, അങ്ങനെ 7ഓളം ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് പുറത്ത് വെച്ച് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. ഫ്രീസറിൽ വെക്കരുതേ, ഫ്രിഡ്ജിൽ താഴെ തട്ടിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, അടിപൊളി ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ലെയർ പുഡിങ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നത് ഞാനാണേ. ഞാൻ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് അച്ഛനെ കാണാത്തത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ നോക്കിയിട്ട്, ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ തന്നെ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടോ ഈ ലെയർ പുഡിങ് ഉണ്ടാക്കുന്നത്. കൊള്ളാം, നല്ല എന്താ പറയുക, മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ട്. അത് കാരണം ഈ മിൽക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല കേട്ടോ. എന്നാലും കൊള്ളാം, സാധനം അടിപൊളിയാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും. ഇതിൽ പക്ഷേ കുറച്ച് മധുരം കുറവാണേ. കൊള്ളാം. ഇനി ഈ അടിപൊളി പുഡിങ് ഉണ്ടല്ലോ, ഞാൻ മാത്രം കഴിച്ച് ടേസ്റ്റ് പറഞ്ഞാൽ പോരല്ലോ, നമ്മുടെ പിള്ളേർക്കും കൂടെ കൊടുത്തു നോക്കാവേ. എങ്ങനെയുണ്ട്? പോലെ എങ്ങനെയുണ്ടെന്ന് പറയണം. എങ്ങനെയുണ്ട്? സൂപ്പറാ, കൊള്ളാം. പിള്ളേർക്കൊക്കെ എൻ്റെ പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉള്ളിലത്തെ മാമ്പഴമാണ് ഇഷ്ടമായത് കുട്ടിക്ക്. ആയിക്കോട്ടെ, അപ്പൊ മാമ്പഴം തരാം കേട്ടാ. ഈ മാമ്പഴം മാത്രം കഴിച്ചാൽ മതി. ഇഷ്ടപ്പെട്ടു അല്ലേ? സൂപ്പറാ. ക്യാമറയ്ക്ക് നോക്കിയിട്ട്